ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഇതൊരു കണ്ടിന്യൂ സീരീസ് ആണ്. തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നൗണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രൊനൗൺസിലേക്ക് എത്തി. പ്രൊനൗൺസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേഴ്സണൽ പ്രൊനൗൺ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വ്യക്തിഗത സർവ്വനാമം. എന്തിനാണ് നമ്മൾ പ്രൊനൗൺ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? ആവർത്തനം ഒഴിവാക്കാൻ അല്ലേ? ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. അതിനാണ് നമ്മൾ പ്രൊനൗൺസ്. വ്യക്തിഗത സർവ്വനാമത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആക്ച്വലി ഈ പേഴ്സണൽ പ്രൊനൗൺ അല്ലെങ്കിൽ വ്യക്തിഗത സർവ്വനാമം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കാറ്റഗറീസ് ഉണ്ട്. ഇത് 3 ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാം. 1 സബ്ജക്റ്റ്, 2 ഒബ്ജക്റ്റ്, 3 പൊസസീവ്. ഇത് സബ്ജക്റ്റീവ് പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, പൊസസീവ് പേഴ്സണൽ പ്രൊനൗൺ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമുക്ക് സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ? സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാം. ഈ സെന്റൻസ് നോക്കൂ. ദ ടീച്ചർ ടീച്ചസ് ദ സ്റ്റുഡൻസ്. എന്താണ് അതിന്റെ മീനിങ്? ദ ടീച്ചർ ടീച്ചസ് ദ സ്റ്റുഡൻസ്. അതായത് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലേ? അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു പേഴ്സണൽ പ്രൊനൗൺസ് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണത്. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, പൊസസീവ് പേഴ്സണൽ പ്രൊനൗൺ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ദ ടീച്ചർ ടീച്ചസ് ദ സ്റ്റുഡൻസ് അല്ലെ? ദ ടീച്ചർ ടീച്ചസ് ദ സ്റ്റുഡൻസ്. അതായത് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഏതൊരു സെന്റൻസ് എടുത്താലും നമുക്ക് സെന്റൻസിന് മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്യാം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതൊക്കെയാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ആരാണോ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ആ ചെയ്യുന്ന ആളാണ് എന്ത്? സബ്ജക്റ്റ്. ക്ലിയർ ആവുണ്ടോ? ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, അദ്ദേഹമാണ് അല്ലെങ്കിൽ അവനാണ് അല്ലെങ്കിൽ അവളാണ് ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു സെന്റൻസ് എടുത്താലും നമുക്കിത് 3 ഉണ്ടാവും കേട്ടോ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതായത് ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഹു ഇസ് ദ പേഴ്സൺ ഹു ഡു ദ ആക്ഷൻ, ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് സബ്ജക്റ്റ്. ക്ലിയർ ആവുണ്ടോ? അവനാണ് അല്ലെങ്കിൽ അവരാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. എന്താണ് ക്രിയ? ക്രിയ എന്ന് പറഞ്ഞാൽ ദ എവറി ആക്ഷൻസ്. ഒരു സബ്ജക്റ്റിനാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി അല്ലെങ്കിൽ സബ്ജക്റ്റിനാൽ ചെയ്യപ്പെടുന്ന ആക്ഷൻ, അതാണ് എന്ത്? വെർബ്. ക്ലിയർ ആയോ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ വെർബ് ക്രിയ ചെയ്യുന്നത്, അദ്ദേഹം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ ദ ആക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ആര്? നമ്മളെ ഒബ്ജക്റ്റ്. മൂന്നാമത്തതാണ് ഒബ്ജക്റ്റ്. അതായത് ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണം അല്ലെങ്കിൽ ഫലം ആർക്കാണോ ലഭിക്കുന്നത്, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്കാണോ ലഭിക്കുന്നത് അതാണ് എന്ത്? ഒബ്ജക്റ്റ്. മനസ്സിലാവുണ്ടോ? സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്കാണോ ലഭിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ കേസിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഈ എക്സാമ്പിൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്, വെർബ് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ അധ്യാപകൻ അല്ലെ? അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ദ ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. ടീച്ചേഴ്സ് പഠിപ്പിക്കുക. ആരെയാണ്? ദ സ്റ്റുഡൻസ്. അധ്യാപകൻ കുട്ടികളെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണോ അവരാണ് ഏത്? സബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ടീച്ചറാണ് അല്ലെ? കാരണം ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഇത് അധ്യാപകനാണ് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അധ്യാപകൻ ഇവിടുത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ അധ്യാപകൻ എന്താണ് ചെയ്യുന്നത്? പഠിപ്പിക്കുകയാണ് അല്ലെ? പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ ആണല്ലോ അല്ലെ? അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ ആണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വെർബാണ്, ക്രിയയാണ്. എന്താണ്? ക്രിയ അല്ലെങ്കിൽ വെർബ്. ക്രിയ അല്ലെങ്കിൽ വെർബ്. ഇനി അധ്യാപകൻ ആരെയാണ് പഠിപ്പിക്കുന്നത്? അധ്യാപകൻ ആരെയാണ് പഠിപ്പിക്കുന്നത്? കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അധ്യാപകൻ പഠിപ്പിക്കുന്നതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ്? ഈ കുട്ടികൾക്കല്ലേ അല്ലെ? അധ്യാപകൻ പഠിപ്പിക്കുന്നതിന്റെ ഗുണം കിട്ടുന്നത് കുട്ടികൾക്കാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഈ കുട്ടികളാണ് എന്ത്? ഓബ്ജക്റ്റ്. മനസ്സിലാവുണ്ടോ? അതായത് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ സെന്റൻസിൽ അധ്യാപകൻ എന്ന് പറയുന്നത് ആരാണ്?
അദ്ദേഹം ചെയ്യാണ് അല്ലെ, ഒരു വ്യക്തിയാണത്. അദ്ദേഹം അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ആരുമാവട്ടെ, ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ആരാണോ അവരാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ഐ ആവാം, വി ആവാം, ഹി ആവാം, ഷീ ആവാം. ഇനി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെ. ഈ പ്രവൃത്തി ചെയ്യുന്നത് ഗുണം ആർക്കാ കിട്ടുന്നത്? കുട്ടികൾ. ക്ലിയർ ആവണ്ടോ? അപ്പോൾ സബ്ജക്റ്റ് ചെയ്യുന്നതിന്റെ യൂസ് അല്ലെങ്കിൽ ഗുണം ആർക്കാണോ കിട്ടുന്നത് അവരാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാണ്? കുട്ടികൾ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഈ 3 ടൈപ്പ് പ്രോനൗൺസ്, അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ശ്രദ്ധിക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോനൗൺ അപ്പോൾ ഏതാണ്? ഈ സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സബ്ജക്റ്റീവ് പ്രോനൗൺ മനസ്സിലാവുണ്ടോ? സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ കേട്ടോ. ഇത് ഐ, വി, യു, ഹി. ഒരു സെക്കൻഡ്. സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെയാണത്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പൊ ഞാനിവിടെ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ തേർഡ് പേഴ്സണിലാണ് വരുന്നത്. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, യു ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇൻ സെക്കൻഡ് പേഴ്സൺ, ആൻഡ് ഹി, ഷീ, ഇറ്റ് തേർഡ് പേഴ്സണിലെ സിംഗുലർ ആണ്, ദേ തേർഡ് പേഴ്സണിലെ പ്ലൂറൽ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ, എന്നാലും നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഓരോന്നും ആ എന്താ പറയുക സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗണിന്റെ ഒരു എക്സാമ്പിൾ വൈസ് കൊടുത്തിട്ടുണ്ട്. സെന്റൻസിൽ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഐ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിലെ സിംഗുലർ ഏകവചനം അല്ലേ, ഐ ഞാൻ. ഓർമ്മയുണ്ടോ? ഐ എയ്റ്റ് എ ഡെലീഷ്യസ് പിസ്സ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തിരുന്നു? ഒരു നല്ല ഡെലീഷ്യസ് ആയിട്ടൊരു പിസ്സ കഴിച്ചായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള പിസ്സ കഴിച്ചിരുന്നു. ഐ എയ്റ്റ് എ ഡെലീഷ്യസ് പിസ്സ ദിസ് ആഫ്റ്റർനൂൺ. ഇനി വി എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറലാണ് അല്ലേ. വി ആർ നോട്ട് പെർട്ടിക്കുലർ അബൌട്ട് ദ കളർ. വി ആർ നോട്ട് പെർട്ടിക്കുലർ അബൌട്ട് ദ കളർ. അതായത് ഞങ്ങൾ അങ്ങനെ കളറിനെ കുറിച്ചിട്ട് അങ്ങോട്ട് കൃത്യമായിട്ട് ഇന്നൊരു കളർ വേണം എന്നുള്ളത് പറയുന്നില്ല. കാണാൻ ഭംഗി ഉണ്ടാവണം, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, കളർ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നില്ല, കാണാൻ ഭംഗി ഉണ്ടാവണം. ഇനി യു ആർ സ്മാർട്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ഒരു സെന്റൻസിൽ ഈ പേഴ്സണൽ പ്രോനൗൺ, പേഴ്സണൽ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, യു ആർ സ്മാർട്ട്, നിങ്ങൾ വളരെ സ്മാർട്ടാണ്, അല്ലെങ്കിൽ നീ വളരെ സ്മാർട്ടാണ്, രണ്ടും വരാട്ടോ മീനിങ്. യു ആർ ഡ്രൈവിംഗ് മീ മാഡ്, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. യു ആർ ഡ്രൈവിംഗ് മീ മാഡ്, യു ആർ ഡ്രൈവിംഗ് മീ മാഡ്. ഇത് നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം കേട്ടോ. യു ആർ ഡ്രൈവിംഗ് മീ മാഡ്, നീ എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. യു ആർ ഡ്രൈവിംഗ് മീ മാഡ്. ഓക്കെ, ഇനി ഹി ഈസ് റീനാസ് ബോയ് ഫ്രണ്ട് ഫ്രം UK. അവൻ റീനയുടെ ബോയ് ഫ്രണ്ട് ആണ്. അവൻ എവിടെ നിന്ന് വന്നതാണ്? UK എന്ന് വന്നതാണ്. UK എന്ന് വന്ന റീനയുടെ ബോയ് ഫ്രണ്ട് ആണ്. ഹി ഈസ് റീനാസ് ബോയ് ഫ്രണ്ട് ഫ്രം UK. ഷീ ലൈക്സ് ക്രിക്കറ്റ് ജസ്റ്റ് ലൈക്ക് ഹെർ ബ്രദർ. ഷീ ലൈക്സ് ക്രിക്കറ്റ് അല്ലെ, അവൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. എങ്ങനെ? അവളുടെ ബ്രദറിനെ പോലെ തന്നെ അവൾക്കും ക്രിക്കറ്റ് ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദിസ് പപ്പി, ഇറ്റ്സ് സോ ക്യൂട്ട്. ലുക്ക് അറ്റ് ദിസ് പപ്പി, ഇറ്റ്സ് സോ ക്യൂട്ട് അല്ല. ഇവിടെ പപ്പി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു ആനിമൽ ആണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഹി അല്ലെങ്കിൽ ഷീ അല്ല യൂസ് ചെയ്തത്, ഐ വി ഒന്നുമല്ല യൂസ് ചെയ്തത്. പകരം എന്താണ്? ഇറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ പ്രോനൗൺ. ഓക്കെ, ഇറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ പ്രോനൗൺ ആണ്. ആനിമൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇറ്റ്, ലുക്ക് അറ്റ് ദിസ് പപ്പി, ഇറ്റ് ഈസ് സോ ക്യൂട്ട്. ലുക്ക് അറ്റ് ദിസ് പപ്പി, ഇറ്റ്സ് സോ ക്യൂട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് സോ ക്യൂട്ട്. ഇനി തേർഡ് പേഴ്സണിലെ പ്ലൂറൽ, they are dead against me. they are dead against me. ക്ലിയർ ആയോ? അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഈ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ സെന്റൻസും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് പറഞ്ഞത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ക്ലിയർ ആയല്ലേ? ഒരു ക്രിയ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ക്രിയ ആരാണോ ചെയ്യുന്നത് അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാണ് സബ്ജക്റ്റ്, അവരെ റെപ്രസെന്റ് ചെയ്യാൻ സബ്ജക്റ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അതല്ല, ആ ക്രിയ ചെയ്യുന്ന സബ്ജക്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം ആർക്കാണോ കിട്ടുന്നത് അവരെ റെപ്രസെന്റ് ചെയ്യാൻ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? മീ അല്ലേ, മീ, പിന്നെ ഹിം, ഹെർ, അസ്, യു, ദം, ഇറ്റ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഇവിടെ വരാം. സബ്ജക്റ്റീവ് പ്രൊനൗണിലും യു ഉണ്ടല്ലോ,
ഒബ്ജക്റ്റീവ് പ്രൊനൗണിൽ വീണ്ടും യു വന്നു. അതേപോലെ തന്നെ സബ്ജക്റ്റീവ് പ്രൊനൗണിൽ ഇറ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രൊനൗണിലും എന്തുണ്ട്, ഇറ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്നാണോ? സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ് പ്രൊനൗണിലും ഇത് രണ്ടും വരുമോ? അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ടും വരാം അല്ലെ. ശ്രദ്ധിക്കാം. അതായത് ഐ സബ്ജക്റ്റ് ആവുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഓപ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് എന്ത്? മീ അല്ലെ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. വി ആണെങ്കിൽ അസ്. യു എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രൊനൗണിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പ്രൊനൗൺ യു തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഐ, വി, യു, ഹി, ഷീ, ദേ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് അതിന്റെ ഒക്കെ ഇക്വലന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പ്രൊനൗൺ മീ, ഹിം, ഹെർ, ഇറ്റ്, യു, ദം, അസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്താണ് ആദ്യത്തെ? മീ അല്ലെ. മീ. ദ ടീച്ചർ ഹെൽപ്ഡ് മീ ഇൻ മൈ പ്രോജക്ട്. ദ ടീച്ചർ ഹെൽപ്ഡ് മീ ഇൻ മൈ പ്രോജക്ട്. ഇവിടെ ആ റെഡ് ലെറ്റേഴ്സിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ, റെഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് മുഴുവൻ എന്ത് തന്നെയാണ്? ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓബ്ജക്റ്റീവ് പ്രൊനൗൺ, ഡിഫറെന്റ് ഓബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. ടൈപ്സ് അല്ല, ഡിഫറെന്റ് ഓബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. എങ്ങനെയാണ് നമ്മളത് സെന്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പ്രൊനൗൺസ് ഏതൊക്കെയാണ്? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. അപ്പൊ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഒന്നുകൂടി നോക്കാം. മീ, ഹിം, ഹെർ, അസ്, യു, ദം, ഇറ്റ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സബ്ജക്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം കിട്ടുന്ന ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമമാണ് എന്ത്? മീ, ഹിം, ഹെർ, അസ്, യു, ദം, ഇറ്റ്. ഓക്കെ, ഇനി ഇത് നമുക്ക് സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. മീ, ദ ടീച്ചർ ഹെൽപ് മീ ഇൻ മൈ പ്രോജക്ട്. അതായത് എന്റെ പ്രോജക്റ്റ് ചെയ്യാൻ എന്നെ ആര് ഹെൽപ്പ് ചെയ്തു? ടീച്ചർ ഹെൽപ്പ് ചെയ്തു. ഇവിടെ ടീച്ചർ ഇവിടെ ആരാണ്? ദ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നൗൺ ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ്. ആ ടീച്ചർ എന്തിനാണ് ഹെൽപ്പ് ചെയ്തത്? ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? എന്നെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഐ എന്നല്ല പറയുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ ടീച്ചർ എന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ടീച്ചർ എന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാനാണ്, എന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഐ, നമ്മൾ പറഞ്ഞു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അല്ലെ. ഇവിടെ ആ ഞാൻ എന്തായിട്ട് മാറി? എന്നെ ആയിട്ട് മാറി. അതായത് എന്നെ ടീച്ചർ ഹെൽപ്പ് ചെയ്യാണ്. എന്തിന്? പ്രോജക്റ്റ് ചെയ്യാൻ. അപ്പൊ ടീച്ചർ ചെയ്യുന്ന സഹായം ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? ടീച്ചർ ചെയ്യുന്ന സഹായം എനിക്ക് വേണ്ടിയാണ്. ആ പ്രോജക്റ്റ് ചെയ്യാൻ, കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പൊ ടീച്ചർ ആ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? എനിക്കാണ് കിട്ടുന്നത്. എനിക്കല്ലേ കിട്ടുന്നത്? മനസ്സിലാവുണ്ടോ? ടീച്ചർ ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എനിക്കല്ലേ കിട്ടുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? സബ്ജക്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം ആർക്കാണോ കിട്ടുന്നത് അവരാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഞാൻ, ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഐ എന്ന് പറയുന്ന പ്രൊനൗൺ സബ്ജക്റ്റീവ് പ്രൊനൗൺ അല്ല ഞാൻ ഉപയോഗിക്കേണ്ടത്. പകരം എന്താ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവണ്ടോ? ഇനി യു. അതിന്റെ കളർ ഒന്ന് മാറ്റട്ടെ കേട്ടോ. കളർ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പം യു, YOU അല്ലെ. ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. ഇവിടെ ഈ യു എന്താണ്? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടോളാം. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. ഇവിടെ ഐ നമ്മളെ സബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. യു എന്താണ്? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. ഇനി മൂന്നാമത്തെ ഹിം. ഹിം, മൈ ഫാദർ ബോട്ട് എ കളറിംഗ് ബുക്ക് ഫോർ ഹിം. ഇത് എന്റെ അച്ഛൻ എന്ത് ചെയ്തു? അവന് വേണ്ടി ഒരു കളറിംഗ് ബുക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്റെ അച്ഛൻ കൊണ്ടുവന്ന കളറിംഗ് ബുക്കിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? അവനാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഹിം ഇവിടെ എന്താണ്? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. ഇനി ഹെർ, ഐ ആസ്ക്ഡ് ഹെർ ടു സിംഗ് എ സോങ്. ഞാൻ അവളോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു അല്ലെ. ഞാൻ അവളോടാണ് ആവശ്യപ്പെട്ടത്. ഇറ്റ്, ഐ നീഡ് ടു ഫിനിഷ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. അതായത് എനിക്ക് കിട്ടിയ ഡെഡ് ലൈനിന് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇത് ഫിനിഷ് ചെയ്യണം. എന്താണ് ഫിനിഷ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ആവാം, പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ആവാം. എന്തെങ്കിലും എനിക്കൊരു ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം? ഇത് ഫിനിഷ് ചെയ്യണം. ഇറ്റ്. ഓക്കെ, ഇനി അസ്, ദേ ഇൻവൈറ്റഡ് അസ് ടു ദ പാർട്ടി. അവർ ഞങ്ങളെ എന്ത് ചെയ്തു? പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ അസ് പ്ലൂറൽ ആണ്. ഇനി ദം, പൊളിറ്റിക്സ് മേക്ക് ദം ക്രൂവൽ. എന്താ പൊളിറ്റിക്സ് മേക്ക് ദം ക്രൂവൽ? അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി അവരെ എന്ത് ചെയ്തു? വളരെ ക്രൂവലാക്കി. അവരുടെ കയ്യിലുള്ള ആ കൈൻഡ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു. പൊളിറ്റിക്സിലേക്ക് അവർ വന്നതോടുകൂടി അവരെന്തായി? അവരുടെ ക്യാരക്ടർ തന്നെ മാറി, ക്രൂവലായി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം.
അതായത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ സബ്ജക്റ്റീവ് പ്രൊനൗണിന് പകരം നമ്മൾ എന്തുപയോഗിക്കുന്നു? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ സെന്റൻസിൽ ദ ടീച്ചർ ഹെൽപ്ഡ് ഐ ഇൻ മൈ പ്രോജക്റ്റ് എന്ന് പറയോ? ദ ടീച്ചർ ഹെൽപ്ഡ് ഐ ഇൻ മൈ പ്രോജക്റ്റ് പറയോ? ഇല്ല. ആ സെന്റൻസ് തന്നെ സെറ്റാണ് അല്ലെ. അപ്പൊ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രൊനൗണ്, അതായത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തായിട്ട് മാറും? മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോ ഹി ആണെങ്കിലോ, ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഷീ ആണെങ്കിലോ ഹെർ ആയിട്ട് മാറും. വി ആണെങ്കിൽ അസ് ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? വി ആണെങ്കിൽ അസ് ആയിട്ട് മാറും. ഇനി ദേ ആണെങ്കിലോ ദെം ആയിട്ട് മാറും. സബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ദേ എന്ന് പറയുന്നത് ദെം ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? യു സബ്ജക്റ്റീവ് പ്രൊനൗണിൽ യു തന്നെ, ഒബ്ജക്റ്റീവ് പ്രൊനൗണിലും യു തന്നെയാണ്. ക്ലിയർ ആവുണ്ടോ? അതേപോലെ ഇറ്റിന് മാറ്റമില്ല. സബ്ജക്റ്റ് ആകുമ്പോഴും ഒബ്ജക്റ്റ് ആകുമ്പോഴും ഇറ്റ് തന്നെയാണ്. മനസ്സിലായോ? ഇനി നമുക്കെന്നും അതുപോലെ നമ്മൾ എങ്ങോട്ട് വരാം? ഇംഗ്ലീഷ് ടങ്ങിലേക്ക് വരാം അല്ലെ. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിലായിട്ട് കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിലും അതുപോലെ ഞാൻ ഒരു 5 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ സംസാര ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഇത് അവന്റെ കഴിവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തരം താഴ്ത്തി കാണരുത്. അവന്റെ കഴിവിനെ തരം താഴ്ത്തി കാണരുത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഈ അണ്ടറിന് പകരമായിട്ട് നമുക്ക് എന്തും ഉപയോഗിക്കാം? ഓവർ എന്ന വേർഡും യൂസ് ചെയ്യാം. ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഇത് അവന്റെ കഴിവിനെ നിങ്ങൾ തരം താഴ്ത്തി കാണരുത്. നിങ്ങൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അവനെ അങ്ങനെ നിങ്ങൾ പുറന്തള്ളൊന്നും വേണ്ട, അല്ലെങ്കിൽ അവനെ അങ്ങനെ നിങ്ങൾ പുച്ഛിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയില്ലേ? എസ് ഇറ്റ് ഈസ്, അത് തന്നെയാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഓക്കെ, അവന്റെ കഴിവിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? തരം താഴ്ത്തി കാണരുത്. ഇനി രണ്ടാമത്തെ നോക്കൂ. ഐ ഡിഡിൻ മീൻ സോ. ഐ ഡിഡിൻ മീൻ സോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ വരാറുണ്ട് അല്ലെ. സംസാര ഭാഷയിൽ പറയും, അയ്യോ ആക്ച്വലി ഐ ഡിഡിൻ മീൻ സോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതാണ് തൊട്ട് താഴെ അല്ലെ. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. പ്ലീസ് ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഐ ഡിഡ്ന്റ് മീൻ സോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുത്. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ സംസാര ഭാഷയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുപ്പിച്ചടുപ്പിച്ച് ഉപയോഗിക്കുന്ന 3 സെന്റൻസ് ആണിത് അല്ലെ. അതായത് എന്താണ്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഐ ഡിഡ്ന്റ് മീൻ സോ. ഡോണ്ട് ബ്ലെയിം മീ പ്ലീസ്. അല്ലേ സുഹൃത്തെ? ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഐ ഡിഡ്ന്റ് മീൻ സോ. ഡോണ്ട് ബ്ലെയിം മീ പ്ലീസ്. സുഹൃത്തെ, ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുത്. ഐ ഡിഡ്ന്റ് മീൻ സോ. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇത് നമുക്ക് 3 കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലെ. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഐ ഡിഡ്ന്റ് മീൻ സോ. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. ലാസ്റ്റ് സെന്റൻസ് ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. ഈ ഫ്ലേർട്ട് എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് പറയുന്നത്? നമുക്ക് പഞ്ചാരയാണ്. അതായത് ഇങ്ങനെ സുഖിപ്പിക്ക് പഞ്ചാരയൊക്കെ അടിക്കൂലേ, അതിനാണ്. ഇവിടെ പഞ്ചാര അടിക്കരുത്. ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. ഫ്ലേർട്ട് ഹിയർ. സോറി, ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. ഇവിടെ നിന്ന് പഞ്ചാര അടിക്കരുത്. ക്ലിയർ ആയോ? ഫ്ലേർട്ട്. ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. അപ്പൊ എന്തൊക്കെയാണ്? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് കപ്പാസിറ്റി. അവന്റെ കഴിവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തരം താഴ്ത്തി കാണരുത്. ഐ ഡിഡ്ന്റ് മീൻ സോ. ജസ്റ്റ് ഹിയർ മീ ഔട്ട് പ്ലീസ്. ഐ ഡിഡ്ന്റ് മീൻ സോ. ഡോണ്ട് ബ്ലെയിം മീ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുത്. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡോണ്ട് ഫ്ലേർട്ട് ഹിയർ. ഇവിടെ പഞ്ചാര അടിക്കരുത്. ഇവിടെ പഞ്ചാര അടിക്കരുത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ പ്രൊനൗണിന്റെ പേഴ്സണൽ പ്രൊനൗൺസിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കിയത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, പൊസസീവ് പേഴ്സണൽ പ്രൊനൗൺ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അതിന്റെ ആൻസേഴ്സ്, ആ ഡൗട്ട്സ് ഞാൻ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഇതൊരു സീരീസ് ആണ്. അപ്പോൾ തുടർച്ചയായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ദയവേത് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കാണുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. See you on the next class. Until then, bye from Sapna.